गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम शांति शांति शांति। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। പ്രിയ ഗീതാശ്രോതാക്കളെ, കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ രണ്ടാം അധ്യായവും മൂന്നാം അധ്യായവും നിങ്ങളെ പരിചയപ്പെടുത്തിയത് സുനിൽ സാറാണ്. രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ കഴിഞ്ഞത്. ഇന്ന് മൂന്നാം അധ്യായം നമുക്ക് അതിൻ്റെ ഒരു ജനറൽ അവെയർനെസ് ഉണ്ടാകുന്ന വിധത്തിലാണ് ഞാൻ മൂന്നാം അധ്യായത്തെ സമീപിക്കുന്നത്. ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായം മാത്രം പഠിച്ചാൽ മതിയെന്ന് പൂർവസൂരികൾ പറയാറുണ്ട്. കാരണം അത് മുഴുവൻ ഭഗവത്ഗീതയുടെയും സാരസംഗ്രഹമാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ പിന്നീട് വരുന്ന എല്ലാ അധ്യായങ്ങളുടെയും ഉള്ളടക്കം അതിൽ കാച്ചിക്കുറുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എടുക്കുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് പുതുമ തോന്നാൻ സാധ്യതയില്ല. എങ്കിലും ഇനി വരുന്ന അധ്യായങ്ങളിലാണ് ഓരോ ടോപ്പിക്കിനെയും ഓരോ വിഷയത്തെയും വളരെ സൂക്ഷ്മതയോടുകൂടി അപഗ്രഥിച്ചുകൊണ്ട് ഭഗവാൻ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഭഗവത്ഗീത ആരംഭിക്കുന്ന സമയത്ത് ശങ്കരാചാര്യർ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി, ഈ ഭഗവത്ഗീത വേദസാര സംഗ്രഹമാണ്, സർവ വേദസാര സംഗ്രഹമാണ്. ആ വേദത്തിൻ്റെ ഉള്ളടക്കത്തെ മനസ്സിലാക്കണമെങ്കിൽ ഭഗവത്ഗീതയെ സമീപിക്കുന്നതിന് ഒരു മെത്തഡോളജി ഉണ്ട്, ഒരു രീതിയുണ്ട്. അതിനെ രണ്ട് വിധത്തിലാണ് സമീപിക്കേണ്ടത്. ഒന്ന്, ആചാര്യസ്വാമികൾ തന്നെ ഉപോദ്ഘാത ഭാഷ്യത്തിൽ പറയും, ദിവ്യധോഹി വേദോക്തോ ധർമ്മ. രണ്ട് വിധത്തിലാണ് വേദോക്തമായിട്ടുള്ള ധർമ്മം നിലകൊള്ളുന്നത്. അത് പ്രവൃത്തി ലക്ഷണ രൂപത്തിലും നിവൃത്തി ലക്ഷണ രൂപത്തിലുമാണ്. നമ്മൾ സാധാരണ കേട്ടുകേൾവി ഉള്ള പദങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, നിവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ നിരന്തരം അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. എല്ലാവരും കർമ്മം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഉദ്ദേശ്യം കാണും. ഉദ്ദേശ്യമില്ലാതെ ആരും കർമ്മം ചെയ്യാറില്ലല്ലോ. എന്നാൽ കർമ്മത്തിൽ നിന്നും നിവർത്തിക്കുന്ന ഒരു ഘട്ടമുണ്ട്, ജീവിതത്തിന് വിരമിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് നിവൃത്തി മാർഗം, മറ്റേത് പ്രവൃത്തി മാർഗം. സാധാരണ മനുഷ്യർക്കൊക്കെ കർമ്മത്തിൽ നിന്ന് ഓടിയൊളിക്കാനോ ഒഴിഞ്ഞു മാറാനോ ഒന്നും കഴിയില്ല. കാരണം അവർ കർമ്മപ്രചോദനത്താൽ ചലിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, കർമ്മപ്രേരണയാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാവരും. അവരുടെ അകത്ത് തന്നെ ഒരു ഇന്ധനം പോലെ കർമ്മം ഇരിക്കുന്നുണ്ട്. ആ കർമ്മത്തിൻ്റെ
അഴിഞ്ഞു തീരലാണ് ശരിക്കും മനുഷ്യജീവിതം എന്ന് പറയുന്നത്. പ്രാരബ്ധ രൂപത്തിൽ നമ്മളിലിരിക്കുന്ന കർമ്മം അത് എപ്പോഴൊക്കെയാണോ അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ സമയത്തൊക്കെ അത് പുറത്തേക്ക് വരും. അത് ആ കർമ്മം. അപ്പോൾ കർമ്മം അനിവാര്യമാണ്. അത് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ആർക്കും. കർമ്മത്തിലൂടെ തന്നെ കടന്നു പോകണം. നമുക്കൊരു ദിവസം വലിയ ഒരു സന്യാസിയെ പോലെ ധ്യാനനിരതനായിട്ട് ഇരിക്കാൻ കഴിയും എന്ന് സങ്കല്പിക്കാമെന്ന് മാത്രം. പക്ഷേ ആ ഒരു നില എത്തിച്ചേരണമെങ്കിൽ നിരവധി ഘട്ടങ്ങളിലൂടെ നമ്മൾ പരിവർത്തന വിധേയമാകേണ്ടതുണ്ട്. അതാണ് അധ്യാത്മശാസ്ത്രം പ്രത്യേകം എടുത്തു പറയുന്നത്. കർമ്മം ബന്ധിപ്പിക്കുന്നതാണ്. എന്നാൽ ആ കർമ്മത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബന്ധനത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റും. ആ ഒരു ഉപായമാണ് കർമ്മയോഗമായിട്ട് ഭഗവത്ഗീത മുന്നിലോട്ട് വെച്ചിരിക്കുന്നത്. ഭഗവത്ഗീത അത് മുന്നിലേക്ക് വെച്ചു എന്ന് പറയാൻ കഴിയില്ല. ഉപനിഷത്ത് ഋഷികൾ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഉപനിഷത്ത് ഋഷിമാർ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ 2ാമത്തെ മന്ത്രം നാരായണ ഗുരു അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങസംഗനായിരിക്കുക, ഇതല്ലാതില്ലൊന്നും നരനു ചെയ്തിടാൻ. അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ്ങ് അസംഗനായിരിക്കുക. അസംഗനാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണതിൽ. അപ്പോഴാണത് കർമ്മയോഗമാകുന്നത്. കർമ്മം ചെയ്യുകയും അസംഗനായിരിക്കുകയും ചെയ്യുക. അസംഗനായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മഫലത്തിൽ നമ്മളുടെ മനസ്സ് കെട്ടുപിണയാതിരിക്കണം. ആ കെട്ടുപിണയാതെ ഇരിക്കാൻ കഴിയുന്നതാണ് ഒരു കർമ്മയോഗിയുടെ നില എന്ന് പറയുന്നത്. ഫലം മനുഷ്യൻ്റെ കാമനയായിട്ട് മാറുന്നുണ്ട്. ഫലത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം. ഫലത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് ബന്ധനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ലോകത്ത് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പലതരത്തിലും ബന്ധിതരാണ്. ചിലരത് തിരിച്ചറിയുന്നുണ്ട്, ചിലർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടുന്നുണ്ട്, നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. എല്ലാവരെയും ബന്ധിപ്പിക്കുന്നത് എന്താണ്? കർമ്മമാണ്. കർമ്മപാശം എന്നൊരു പ്രയോഗം ഭാഷയിൽ തന്നെയുണ്ട്. കർമ്മപാശമാണ്. അപ്പം കർമ്മം എങ്ങനെ ബന്ധിക്കുന്നു നമ്മളെ എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് എല്ലാവർക്കും കർമ്മം ചെയ്യുമ്പോൾ വെറുതെ അങ്ങ് ചെയ്യല്ല. കർമ്മത്തിൻ്റെ ഫലം അത് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആ കർമ്മഫലം ആഗ്രഹിക്കുന്ന വിധത്തിൽ വരുന്നില്ലെങ്കിലോ നമുക്ക് വിഫലതാബോധം ഉണ്ടാകും, ഫ്രസ്ട്രേഷൻ ഉണ്ടാകും വളരെയധികം. പല പ്രാവശ്യം കർമ്മം ചെയ്തിട്ടും നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ കർമ്മഫലം വരുന്നില്ലെങ്കിലോ പല മനുഷ്യരും പരാജിതരായിട്ട് ആത്മഹത്യയിലേക്ക് പോലും അവർ പിന്നീട് ആനീതരായിട്ട് തീരാറുണ്ട്. അപ്പോൾ കർമ്മഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ട് തന്നെ കർമ്മബന്ധനം നമ്മുടെ കൂടെ തന്നെയുണ്ട്. മാത്രമല്ല ഈ കർമ്മ സംസ്കാരം ഒരു ചക്രം പോലെ നമ്മൾ പിന്തുടരുന്നുണ്ട്. എല്ലാവരെയും കർമ്മ ഫലത്തിലുള്ള ആഗ്രഹനിമിത്തം ആ കാമം തന്നെ ഒരു സംസ്കാരമായിട്ട് മാറിയിട്ട് കർമ്മം ഒരിക്കലും അവസാനിക്കുന്നില്ല. കർമ്മം ഒരു ചക്രം പോലെ നമ്മൾ പിന്തുടരുന്നുണ്ട്. അതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. സംസാരം എന്ന ഭാഷ തമിഴിൽ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം. പക്ഷെ സംസ്കൃതത്തിൽ സംസാരം എന്ന് പറയുന്നത് സംസരിക്കുന്നത് എന്തോ അതാണ് സംസാരം. സംസരിക്കുക എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്നത്, നിരന്തരമായി മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ് സംസാരം. ഈ സംസാര ചക്രം അതൊരു ചക്രം പോലെയാണ്. അത് ജനന മരണങ്ങളിലൂടെ വീണ്ടും ജനിക്കുകയും വീണ്ടും മരിക്കുകയും വീണ്ടും ജനിക്കുകയും ഒരു തുടർച്ച പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ജ്ഞാനം സമാർജിക്കുന്നത് വരെ ഈ കർമ്മചക്രത്തിൽ നമ്മൾ ബന്ധിതരായിരിക്കും. അതുകൊണ്ട് കർമ്മയോഗം എന്നത് ജ്ഞാനത്തിലേക്കുള്ളൊരു പ്രവേശകമാണ്. എന്തുകൊണ്ടെന്നാൽ കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് അന്ധകരണ ശുദ്ധി ഉണ്ടാകുന്നു.
അന്ധകരണ ശുദ്ധിയാണല്ലോ അധ്യാത്മമാർഗത്തിൽ ആദ്യം സമാർജിക്കേണ്ടതായിട്ടുള്ളത്. അന്ധകരണ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് ധ്യാനനിഷ്ഠനാകാൻ കഴിയുള്ളൂ, ഏകാഗ്രത ഉണ്ടാകുകയുള്ളൂ, തത്വവചനങ്ങൾ അവൻ്റെ മനനത്തിന് സഹായിക്കുകയുള്ളൂ. അതിലൂടെ അവന് ജ്ഞാനനിഷ്ഠ ഉണ്ടാകുകയും മനസ്സ് ആത്മനിഷ്ഠമായിട്ട് തീരുകയും ചെയ്യും. അതുകൊണ്ട് കർമ്മയോഗത്തെ പ്രധാനമായിട്ടും ഭഗവത്ഗീത അവതരിപ്പിക്കുന്നത് മനുഷ്യനെ ജ്ഞാനത്തിലേക്ക് തയ്യാറെടുപ്പിക്കാനുള്ള ഒരു ഉപായം എന്ന രീതിയിലാണ്. ആകെ 2 മാർഗങ്ങളേ ഉള്ളൂ അധ്യാത്മസരണിയിൽ. പക്ഷെ നമ്മളതിനെ ഭക്തിയെന്നും കർമ്മമെന്നും ഉപാസനയെന്നും ഒക്കെ പല വിധത്തിൽ നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഭക്തി തന്നെ പല വിധത്തിലുണ്ട്. ഭക്തിയുടെ അടിസ്ഥാനം സമർപ്പണമാണ്. കർമ്മയോഗം പൂർണ്ണമാകണമെങ്കിൽ അത് സമർപ്പണത്തോടെ തന്നെ ചെയ്യണം. സമർപ്പിതമായിട്ടുള്ള കർമ്മമാണ് യജ്ഞമെന്ന രൂപത്തിൽ ഭഗവത്ഗീത പറയുന്നത്. ഈ 3-ാം അധ്യായത്തിൽ ആ യജ്ഞത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. യജ്ഞരൂപത്തിലല്ലാതെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് ബന്ധനമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളത് കേട്ടുകാണെന്ന് വിചാരിക്കണോ? യജ്ഞം എന്താണ്? യജ്ഞം സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതെന്തോ അതാണ് യജ്ഞം. രമണ മഹർഷി ഉപദേശസാരം എന്നൊരു ചെറു കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ ഈ സമർപ്പണത്തെക്കുറിച്ച്, യജ്ഞത്തെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം മുക്തസാധകം. ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം, ഈശ്വരനെ അർപ്പിച്ചുകൊണ്ട് ആഗ്രഹം കൂടാതെ, നേച്ഛയ ഇച്ഛ കൂടാതെ എന്തു ചെയ്യുന്നുവോ അത് ചിത്തശോധകം, ചിത്തത്തെ ശുദ്ധീകരിക്കുന്നതിന് സഹായിക്കുക മാത്രമല്ല കാലക്രമത്തിൽ അത് മുക്തിക്ക് സഹായകമായിട്ട്, സാധകമായിട്ട് തീരുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കർമ്മയോഗം തന്നെയാണ് ഭക്തിയോഗമായിട്ട് മാറുന്നത്, യജ്ഞമായിട്ടൊക്കെ മാറുന്നത്. എല്ലാം എന്തിനു വേണ്ടിയാണ്? അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അന്ധക്കരണം പ്യൂരിഫൈഡ് ആയിട്ടിരിക്കണം. ഒരു തെളിഞ്ഞ തടാകം പോലെ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുമ്പോഴാണ് നമുക്ക് ഏകാഗ്രത ഉണ്ടാകുകയുള്ളൂ, ജ്ഞാനം ഉണ്ടാകുകയുള്ളൂ എന്ന് മനസ്സിലാകണം. അപ്പോൾ ഇവിടെ ഇവിടെ 3-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും അർജുനൻ്റെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ജ്യായസി ചേത് കർമ്മണസ്തേ മതാബുദ്ധിർ ജനാർദ്ദന തത് കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ജ്യായസി ചേത് കർമ്മണസ്തേ, ബുദ്ധിയോഗം കർമ്മയോഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് എന്നെ ഈ യുദ്ധമാകുന്ന കർമ്മത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. യുദ്ധം ഒരു കർമ്മമാണല്ലോ, ആ കർമ്മത്തിലേക്ക് എന്നെ നിർബന്ധിക്കുന്നത് എന്തിനാണ് എന്ന് അർജുനൻ്റെ ഒരു ചോദ്യമുണ്ടായിരിക്കുന്നു, സംശയമുണ്ടായിരിക്കുന്നു. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയ എന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എഴുന്നേൽക്കുക കൗന്ദേയ അർജുന, യുദ്ധായ കൃത നിശ്ചയ, യുദ്ധം ചെയ്യാനുള്ള ഇച്ഛയോട് കൂടിയിട്ട് എഴുന്നേൽക്കുക. അതുപോലെ തന്നെ കർമ്മണ്യേവ അധികാരസ്ഥേ, കർമ്മത്തിലാണ് നിനക്ക് അധികാരമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ജ്ഞാനത്തെ പ്രകൃഷ്ടമെന്ന് വിശദീകരിക്കുകയും പിന്നീട് കർമ്മത്തിലേക്ക് നിർബന്ധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അർജുനനൊരു സന്ദേഹമുണ്ടായിരിക്കുന്നു. ഇങ്ങനെ വ്യാമിശ്രമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ട് എൻ്റെ ബുദ്ധി വളരെ കലുഷിതമായിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരണം, ഏതാണ് എൻ്റെ മാർഗം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് അർജുനൻ ചോദിക്കുകയാണ്. അർജുനൻ്റെ ചോദ്യത്തിന് വളരെ സാങ്കത്യമുണ്ട്, പ്രസക്തിയുമുണ്ട്.
പ്രത്യേകിച്ചും അധ്യാത്മമാർഗത്തിൽ നമുക്ക് ഒട്ടേറെ സന്ദേഹങ്ങളുണ്ടാകാം, നിരവധി സന്ദേഹങ്ങളുണ്ടാകാം. ഈ സന്ദേഹങ്ങൾക്കൊക്കെ വേണ്ടത്ര കൃത്യതയുള്ള വിശദീകരണം ഒരു ഗുരുവിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. ആ ഗുരുവിനെ സമാശ്രയിക്കേണ്ടതുണ്ട്. ഇവിടെ അർജുനൻ ഗുരുവിനെ സമാശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ഗുരുവിനോട് ഏത് ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്. അർജുനൻ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ല. എന്നാൽ ഭഗവാൻ എത്രമാത്രം വ്യക്തമാക്കാമോ അത്രമാത്രം കൃത്യമായിട്ട് ഭഗവത്ഗീത സന്ദേശം വെളിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും 18 അധ്യായങ്ങൾ വേണ്ടി വന്നു ഭഗവത്ഗീത പൂർണ്ണമാകാനായിട്ട്. എന്നിട്ട് മാത്രമാണ് അർജുനന് സന്ദേഹ നിവൃത്തി ഉണ്ടായിട്ടുള്ളത്. ആ സന്ദേഹ നിവൃത്തി ഉണ്ടായതിനു ശേഷമാണ് അർജുനൻ യുദ്ധത്തിലേക്ക് പിന്നീട് തുനിഞ്ഞിറങ്ങുന്നത്. തൻ്റെ ധർമ്മമാണ് താൻ ചെയ്യുന്നതെന്നുള്ള ബോധ്യമുണ്ടാകുന്നത്. ആ ബോധ്യം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ധർമ്മസമ്മൂഢ ചേതസ്സായിരുന്നു അർജുനൻ ഉണ്ടായിരുന്നത്. ആ ധർമ്മസമ്മൂഢ ചേതസ്സിൽ നിന്നും ധർമ്മനിഷ്ഠമായിരിക്കുന്ന ബോധ്യത്തിലേക്ക് അർജുനൻ എത്തിപ്പെടുന്നത് ഈ 18 അധ്യായങ്ങളിലൂടെ. ഇവിടെ അധ്യായം രൂപത്തിലായിരിക്കണമെന്നില്ല യുദ്ധക്കളത്തിൽ വെച്ച് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശം നൽകിയത്. 18 അധ്യായങ്ങളായിട്ട് അതിനെ വിസ്തരിച്ചത് വ്യാസഭഗവാനാണ്. വ്യാസഭഗവാന്റെ ഒരു കൃതിയാണ് ശരിക്കും ഈ ഭഗവത്ഗീത. പക്ഷേ ഈ ദർശനം ഭഗവാൻ അർജുനന് പങ്കുവച്ചതാണ്. അതിന് വേണമെങ്കിൽ അത് 3.5 മണിക്കൂർ നേരം എടുത്ത് ചൊല്ലേണ്ടുന്നൊരു കൃതിയായിട്ടായിരിക്കില്ല. 5-10 നിമിഷങ്ങളിൽ അല്ലെങ്കിൽ 10 മിനിറ്റുകളിൽ 15 മിനിറ്റുകളിൽ ഒതുങ്ങുന്ന ചില ഉപദേശങ്ങളായിരിക്കാം അത് ആ നിമിഷത്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അത് വ്യാസഭഗവാന് ഉള്ളറിയാനും കേൾക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഭഗവത്ഗീത നമുക്കിന്ന് കിട്ടാനായിട്ട് കാര്യം. ഭഗവാൻ പറഞ്ഞ മൊഴിഞ്ഞ കാര്യങ്ങൾ വ്യാസഭഗവാൻ മനസ്സിലാക്കിക്കൊണ്ട് സാധാരണക്കാർക്ക് എങ്ങനെ ഗ്രഹിക്കാവുന്നു അത്രമാത്രം ആശയ വിസ്തരണം ചെയ്തുകൊണ്ടാണ് ഈ കൃതി എഴുതപ്പെട്ടിട്ടുള്ളത്. 700 ശ്ലോകങ്ങളാണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ന കർമ്മണ മനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നജസന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒരാൾക്ക് നൈഷ്കർമ്മ്യമുണ്ടാകുന്നില്ല. സന്യാസം, നൈഷ്കർമ്മ്യം എന്ന വാക്കിനർത്ഥം സമ്പൂർണമായിട്ട് കർമ്മത്തിൽ നിന്നുള്ള മോചനമാണ് നൈഷ്കർമ്മ്യം. അത് ഒരു സന്യാസിയുടെ, പൂർണ്ണ സന്യാസിയുടെ സ്ഥിതിയാണ്. ആ സന്യാസത്തിൻ്റെ സ്ഥിതി, ആ ജ്ഞാനനിഷ്ഠ കർമ്മങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട്. ഇപ്പം ഞാൻ ബോധപൂർവം ഒന്നും ചെയ്യാതെ ഒരിടത്ത് നിഷ്ക്രിയനായിട്ടിരിക്കുകയാണ്. ആ നിഷ്ക്രിയത്വം ഒരിക്കലും സന്യാസമല്ല. നിഷ്ക്രിയത്വത്തിന് നമ്മുടെ വാസനാക്ഷയം ഉണ്ടാകേണ്ടതുണ്ട്, കർമ്മശോഷണം ഉണ്ടാകേണ്ടതുണ്ട്. അകമേ നിന്ന് അന്ധഃകരണത്തിലെ കർമ്മപ്രേരണകൾ വിശുദ്ധമാക്കപ്പെടേണ്ടതുണ്ട്, നിർമ്മലമാക്കപ്പെടേണ്ടതുണ്ട്. അതിന് തീർച്ചയായിട്ടും കർമ്മയോഗം ചെയ്തേ മതിയാകൂ. ഫലകാമനയില്ലാതെ ഈശ്വരാർപ്പിതമായിട്ട് കർമ്മം ചെയ്തേ മതിയാകൂ. അങ്ങനെ കർമ്മത്തിലൂടെ കടന്നു പോകണം. ഇവിടെ യുദ്ധം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സന്ദർഭം മാത്രമാണ്. കർമ്മത്തിൻ്റെ ഏറ്റവും പ്രാകൃതമായ ഒരു സന്ദർഭമാണ് യുദ്ധം എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിലൂടെയാണ് അർജുനൻ കടന്നു പോകേണ്ടിയിരിക്കുന്നത്. കർമ്മത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോയിട്ട് വേണം ആന്തരികമായിട്ട് അർജുനന് വിശുദ്ധമാകാനായിട്ട്. അങ്ങനെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അസംഗനായിട്ടിരിക്കാൻ കഴിയണം. കർമ്മവാസന ഉള്ള വ്യക്തിയിൽ തന്നെ കർമ്മഫലത്തിനുള്ള അഭിവാഞ്ച ഒഴിഞ്ഞിരിക്കുന്ന ഒരു അവബോധത്തോടു കൂടിയിട്ട് കർമ്മത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് മാത്രമാണ് അന്ധഃകരണ ശുദ്ധി ഉണ്ടാക്കുന്നത്, ഇന്നർ പ്യൂരിറ്റി ഉണ്ടാക്കുന്നത്. ഇന്നർ പ്യൂരിറ്റി എന്ന് പറയുന്നത് സാത്വികത പ്രബലമായിട്ട് വരുന്ന വ്യക്തിയിൽ തമസ്സും രജസ്സും പിൻഗമിക്കുകയും സത്വഗുണം മുൻഗമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സത്വഗുണം പ്രബലമാകുമ്പോഴാണ് ഒരു വ്യക്തി ഏകാഗ്രതയുള്ളവനായിട്ട് മാറുന്നത്, ധ്യാനനിരതനായിട്ട് മാറുന്നത്, സ്വസ്ഥചിത്തനായിട്ട് മാറുന്നത്. അല്ലാതെ ഒരാൾക്കും സ്വസ്ഥനാകാൻ കഴിയില്ല. അതുകൊണ്ടാണ്
ആദ്യം വ്യക്തി പരിവർത്തനം ചെയ്താൽ മാത്രമാണ് സമൂഹം നന്നാവുള്ളൂ എന്ന് പറയുന്നത്. സമൂഹത്തെ മാറ്റുക എന്നുള്ളതാണ് പ്രത്യയശാസ്ത്രങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും ലക്ഷ്യമെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല ഭാരതത്തിലെ പൂർവ്വസൂരികളായിട്ടുള്ള ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ വ്യക്തിക്കും അവൻ്റെ അന്ധഃകരണത്തിൽ വരുന്ന സാത്വിക ഗുണം എത്ര പ്രബലമാകുന്നുവോ അത്തരം വ്യക്തികൾക്ക് മാത്രമാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുള്ളൂ. അത്തരം വ്യക്തികളുടെ മാറ്റം സമൂഹത്തിലുണ്ടാകുമ്പോൾ സമൂഹത്തിന് സ്വാഭാവികമായിട്ടൊരു മാറ്റമുണ്ടാകുന്നു. അല്ലാത്ത മാറ്റങ്ങൾ നിർബന്ധിതമായിട്ടുള്ള മാറ്റങ്ങളാണ്. പലപ്പോഴും നമുക്കറിയാം, ഈ ലോകത്തെ ചില പ്രത്യയശാസ്ത്രങ്ങൾ സമൂഹത്തെ മാറ്റാൻ പട്ടാളത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, പോലീസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. നിർബന്ധിതമായിട്ട് മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് മനുഷ്യനെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ തന്നെ ആ മാറ്റം കാലക്രമത്തിൽ ആ ഭരണകൂടത്തിന് എതിരെയുള്ള തിരിച്ചടിയായിട്ട് മാറുന്നുണ്ട്. അതിനെ പ്രതിവിപ്ലവം എന്നാണ് പറയുക. പ്രതിവിപ്ലവം ഉണ്ടാകും. ഇപ്പം നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു സ്വാഭാവിക വാസനയെ നമ്മൾ അടിച്ചമർത്തി നോക്കൂ. നമ്മളിലിരിക്കുന്ന ആ വാസന പിന്നീട് പൊട്ടിത്തെറിയായിട്ട് മാറും, രോഷമായിട്ട് മാറും. അത് നമ്മളുടെ ആന്തരികതയെ തന്നെ തകർത്ത് കളയുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മളിൽ സഹജമായ വാസനകളെ സ്വാഭാവികമായിട്ട് ആവിഷ്കൃതമാകാനായിട്ട് അനുവദിക്കണം. അതോടൊപ്പം നിസ്സംഗത പാലിക്കാൻ കഴിയണം. ഫലകാമനയില്ലാതെ ആ കർമ്മത്തെ സാക്ഷിഭാവത്തിൽ കാണാൻ കഴിയണം. ആ കർമ്മം പ്രകൃതിയുടേതാണ്, ആ കർമ്മം എൻ്റേതാണെന്ന് വിചാരിക്കരുത്. രാഗദ്വേഷരഹിതമായിട്ട് കർമ്മം അഴിഞ്ഞു തീരാൻ സ്വാഭാവികമായിട്ട് അനുവദിക്കണം. അതിൽ നിന്ന് കർത്തൃത്വബോധത്തെ ഒഴിച്ചു നിർത്തണം. അങ്ങനെ വരുമ്പോൾ പ്രകൃതിയാണ് ഈ കർമ്മം ചെയ്യുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മ കർത്ത അഹമിതി മന്യതേ. അതായത് പ്രകൃതിയിലെ ഗുണങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ഈ ശരീരം ചലിക്കുന്നത്, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്, നമ്മൾ ഇമ തുറക്കുന്നതും പൂട്ടുന്നതും ഒക്കെ, രക്തചംക്രമണം നടക്കുന്നത്, നാം സംസാരിക്കുന്നത് ഒക്കെ പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ്. അഹങ്കാര വിമൂഢാത്മാവായിട്ടുള്ള ഒരു വ്യക്തി അത് ഞാൻ ചെയ്യുന്നു എന്ന് സ്വയമേ വിചാരിക്കുകയും അഭിമാനിക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് ബന്ധനം എന്ന് പറയുന്നത്. ആ പ്രകൃതിയുടെ കർമ്മങ്ങളെ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കർമ്മം എന്ന് വ്യാഖ്യാനിക്കുന്നിടത്ത് നിന്നാണ് ബന്ധനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രകൃതിയുടെ കർമ്മങ്ങൾ എൻ്റെ കർമ്മങ്ങളല്ല, എനിക്ക് കർമ്മങ്ങളേ ഇല്ല, ഞാൻ കർമ്മങ്ങൾക്കും അതീതനായിട്ടുള്ള ആത്മസ്വരൂപമാണെന്ന് സ്വയമേ ബോധ്യപ്പെടണം. ആ ആത്മബോധ്യമാണ് ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്താണ് ഈ കർമ്മയോഗം എന്ന് മനസ്സിലാക്കാതെ പലരും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുണ്ട് ഇവിടെ. അതുകൊണ്ട് ഫലമില്ല. ചില ആളുകൾ പറയും കർമ്മയോഗമാണ് എൻ്റെ പ്രവർത്തന രംഗം എന്നൊരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാലോ. രാഷ്ട്രീയക്കാർ പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്, എൻ്റെ രംഗം കർമ്മയോഗമാണെന്ന്. അങ്ങനെ കർമ്മയോഗം രാഷ്ട്രീയ പ്രവർത്തനമാണെന്നോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനമാണെന്നോ ഒക്കെ വിചാരിക്കുന്നത് വലിയ വങ്കത്വമാണ്, അസംബന്ധമാണത്. എന്തെന്ന് വെച്ചാൽ പൊതുപ്രവർത്തനം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോഴും അവരുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, തൻ്റെ നല്ല കർമ്മങ്ങൾ അംഗീകരിക്കപ്പെടണമെന്നും സ്വീകരിക്കപ്പെടണമെന്നും എല്ലാവരുടെ മനസ്സിലും താൻ വിലമതിപ്പുള്ള ഒരു വ്യക്തിയായിട്ട് മാറണമെന്നൊക്കെ ഒരുവിധം ആളുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ടാണ് അവർ കർമ്മം ചെയ്യുന്നത്. അത് ലോകേഷണ എന്ന് പറയും. ഏഷണ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അത് ലോകത്തിലുള്ള ഏഷണയാണ്. ലോകത്തിൻ്റെ അംഗീകാരത്തിനും സ്വീകാര്യതയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് പണത്തിനേക്കാളൊക്കെ വലുത് എന്താ? മനുഷ്യരുടെ മനസ്സിൽ വലിയൊരു ആളായിട്ട് അവരിയ്ക്കണം. അതൊക്കെയാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ കർമ്മം ചെയ്യുന്നത് നിഷ്കാമമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ ലോകേഷണ പോലും ഉണ്ടാകാൻ പാടില്ല. കീർത്തിക്ക് വേണ്ടിയിട്ടുള്ള അഭിവാഞ്ച പോലും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഭൂമുഖത്ത് വന്ന് ജനിച്ചത്
ചില കർമ്മങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കർമ്മങ്ങൾ ജീവിക്കാനുള്ളൊരു ശരീരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ കർമ്മങ്ങളെല്ലാം ഈശ്വരീയമാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈശ്വരൻ ഈ ശരീരം ഉപയോഗിച്ച് ഈ ശരീരത്തിലൂടെ ചെയ്യുന്ന കർമ്മങ്ങൾ എൻ്റെ കർമ്മങ്ങളെന്ന് ഞാൻ സ്വയം വിചാരിക്കാതെ ഈ ശരീരം ഈശ്വരാർപ്പിതമായിട്ട് ഈശ്വരന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഫലങ്ങൾ ഈശ്വര നിശ്ചയപ്രകാരമായിരിക്കും. അത് ഞാൻ നിശ്ചയിക്കാൻ ആരുമല്ല, ഈ കർമ്മങ്ങളുടെ കർത്താവ് ഞാനല്ല എന്ന് സ്വയം വിചാരിക്കുന്നിടത്ത് തന്നെ, സങ്കല്പിക്കുന്നിടത്ത് തന്നെ നമുക്ക് എത്രമാത്രം വ്യത്യാസം ജീവിതത്തിലുണ്ടാകുമെന്നറിയാമോ? നമ്മൾ ഒരു പുല്ലാങ്കുഴൽ പോലെയായിട്ട് തീരും. ഒരു പുല്ലാങ്കുഴലിൻ്റെ അകത്തൂടെ വായു കയറിയിറങ്ങി, കാറ്റ് കയറിയിറങ്ങി അതിൻ്റെ സുഷിരങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്ന സമയത്ത് അതൊരു നാദമായിട്ട് മാറുന്നുണ്ട്. പുല്ലാങ്കുഴലിൻ്റെ നാദം, ആ നാദത്തിന് മാധുര്യമുണ്ട്. അതുപോലെ ഒരു കർമ്മയോഗിയുടെ ജീവിതം പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രയാണത്തിന് വഴിയൊരുക്കുന്ന ഒരു ഉപാധി മാത്രമായിട്ട് തീരുമ്പോൾ ആ കർമ്മയോഗിയുടെ ശരീരമനസ്സാകുന്ന ഉപകരണം ഒരു പുല്ലാങ്കുഴൽ പോലെ ലഘുത്വമുള്ളതായിട്ട് തീരുകയും അതിൽ നിന്ന് പുറത്തു വരുന്ന ജീവിതത്തിന് സംഗീതത്തിൻ്റെ പോലുള്ള മാധുര്യമുണ്ടായിട്ട് തീരുകയും ചെയ്യും. അതാണ് ജീവിതത്തെ കൂടുതൽ മധുരതരമാക്കുന്ന അല്ലെങ്കിൽ പരിമളമുള്ളതാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. തത്വപരമായിട്ട് ഈ ബോധ്യം നമുക്കില്ലെങ്കിലോ കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മരോഗമായിട്ട് മാറും. കർമ്മരോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം വീണ്ടും ബന്ധിക്കും നമ്മളെ, വീണ്ടും നമ്മളെ ജനിപ്പിക്കും, വീണ്ടും മരിക്കും, ജനിക്കും. ഇത് ഒരു ആവർത്തനം പോലെ, ഒരു ചക്രം പോലെ, ഇത് ചക്രം പോലെയാണല്ലോ സംസാരം ഇരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനം എപ്പോഴൊരാൾക്ക് എത്തിച്ചേരുന്നുവോ അവിടം വരെ കർമ്മയോഗം നമുക്ക് അനുഷ്ഠിച്ച് അന്ധഃകരണശുദ്ധി വരുത്തിയിട്ട് നിവൃത്തി മാർഗത്തിലേക്ക് തിരിയേണ്ടതായിട്ടുണ്ട്. നിവൃത്തി മാർഗം ധ്യാനമാർഗമാണ്. ഗുരുദേവൻ അത് പറയുന്നത് ആത്മോപദേശ ശതകത്തിൽ, കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെര വീണ് വണങ്ങി ഓതിടേണം എന്നാണ്. കണ്ണുകൾ 5 ഉള്ളടക്ക, അത് ഉള്ളിലേക്ക് തിരിഞ്ഞറിയുന്നതാണ് നിവൃത്തി മാർഗമെങ്കിൽ പുറത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് പ്രവൃത്തി മാർഗം അല്ലെങ്കിൽ കർമ്മമാർഗം എന്ന് പറയുന്നത്. ഈ 2 മാർഗങ്ങളും വേണ്ടത്ര മനസ്സിലാക്കിയിട്ട് താൻ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് ഭഗവാൻ എല്ലാവരോടായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യ കർമ്മകൃത് കാര്യദേഹവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈഹി. ഒരു നിമിഷം പോലും, നഹി കശ്ചിത് ക്ഷണമപി, ഒരു ക്ഷണം പോലും ഒരുവനും ജാതു തിഷ്ഠത്യ കർമ്മകൃത്, കർമ്മം ചെയ്യാതെ ഇരിക്കുന്നില്ല. ഒരു നിമിഷം പോലും. ശ്വസിക്കുന്നതൊരു കർമ്മമാണ്. മിണ്ടാതിരിക്കുന്നു എന്ന് പറയുന്നത്, മിണ്ടാതിരിക്കുക മാത്രം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾ ചലിക്കും, ഇമ വെട്ടും, മനസ്സ് നിരന്തരമായിട്ടിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കർമ്മമാണ്. ചിന്തകൾ വന്നുകൊണ്ടിരിക്കും, ഭാവനകൾ വന്നുകൊണ്ടിരിക്കും, പുറത്ത് ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നാലും ധ്യാന നിരതനെ പോലെ ഇങ്ങനെ ഇരുന്നാലും കോഴി കൂവുന്നതും കാക്ക കരയുന്നതും മനുഷ്യർ ഒച്ച വയ്ക്കുന്നതും പശു ഓരി കരയുന്നതൊക്കെ നമ്മൾ കേൾക്കും. അപ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാം പ്രവർത്തന നിരതമായിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഒന്നും ചെയ്യാത്തതുപോലെ ബാഹ്യമായിട്ട് ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്നത് വാസ്തവത്തിൽ വലിയ അപകടമാണ്, വലിയ ഒരു അപകടമാണ്. എല്ലാവർക്കും പ്രകൃതി ജൈർ ഗുണൈഹി, പ്രകൃതിക്കിണങ്ങുന്ന ഗുണങ്ങൾക്കനുസൃതമായിട്ട് അവശ്യം കർമ്മങ്ങൾ ചെയ്തേ മതിയാകൂ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഇന്ദ്രിയങ്ങളെ ഇപ്പോൾ കർമ്മേന്ദ്രിയാണി സംയമ്യ 6-ാമത്തെ ശ്ലോകത്തിൽ 7-ാമത്തെ ശ്ലോകം 3-ാം അധ്യായത്തിൻ്റെ ഏറ്റവും സാരവത്തായിട്ടുള്ള കാതലായിട്ടുള്ള ഒരു 2 ശ്ലോകങ്ങളാണ്. അത് മാത്രം പഠിച്ചാൽ മതി, ഒരുപാട് പഠിക്കണ്ട നമ്മൾ.
6-ാമത്തെയും 7-ാമത്തെയും ശ്ലോകം. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ കർത്താഹമിതി മൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ്സ ഉച്യതേ. കർമ്മേന്ദ്രിയാണി സംയമ്യ, കർമ്മേന്ദ്രിയങ്ങളെങ്ങനെ അടക്കി വെച്ചിട്ട്. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പാദം, പായു, കൈ, കാല്, നാക്ക്, അതുപോലെ ഉപസ്ഥം, പായു, ഈ 5 കർമ്മേന്ദ്രിയങ്ങൾ അടക്കി വയ്ക്കുക. അടക്കി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയെ ബലം പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത്. അടക്കി വച്ചിട്ട് മനസാസ്മരൻ, മനസ്സിൽ പല പല സങ്കല്പങ്ങളായിട്ട്, എന്തെല്ലാം സങ്കല്പങ്ങൾ? ഇന്ദ്രിയാർത്ഥങ്ങളെ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന ഇന്ദ്രിയാർത്ഥങ്ങളെ ഒരാളിങ്ങനെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് പല പല സങ്കല്പങ്ങളാണ് മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൈയൊന്നും ഇളകുന്നില്ല, ധ്യാനനിരതമായിട്ടിരിക്കുകയാണ്. കൈയൊക്കെ വളരെ സ്വസ്ഥമാക്കി വച്ചിരിക്കുകയാണ്, കാലും സ്വസ്ഥമാക്കി വച്ചിരിക്കുകയാണ്, നാവ് സ്വസ്ഥമാക്കി വച്ചിരിക്കുകയാണ്. പക്ഷെ അത് ബലം പിടിച്ചിട്ടാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മിഥ്യാചാരൻ എന്നാണ് പറയുക. മിഥ്യാചാരൻ എന്ന വാക്കിന് കപടയതി എന്ന് ഗുരുദേവൻ പറയുന്നു. കപടയതിക്ക് കരസ്ഥമാകുവീലെന്ന ഉപനിഷദുക്തി രഹസ്യം എന്ന് ആത്മോപദേശ ശതകത്തിൽ പറയുന്നു. ഒരു സന്യാസിയുടെ ഭാവം ബാഹ്യ ജീവിതത്തിൽ കാണിക്കുകയും എന്നാൽ ആന്തരിക ജീവിതത്തിൽ, മനോജീവിതത്തിൽ വ്യത്യസ്തമായ വിഷയവാഞ്ചകളും വ്യത്യസ്തമായിട്ടുള്ള വിഷയാഭിലാഷങ്ങളും ഭാവനകളും കാമനകളൊക്കെ കൊണ്ട് തന്നെ അന്ധഃകരണം നിറഞ്ഞിരിക്കുകയാണെങ്കിലോ, അന്ധഃകരണം വിശുദ്ധമായിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം. അന്ധഃകരണം വിശുദ്ധമാകാതെ പല പല വിഷയങ്ങളെ പരിലാളിച്ചുകൊണ്ട് ഒരാൾ ചിന്തയിലാണ്ടിരിക്കുകയും എന്നാൽ ബാഹ്യരൂപത്തിൽ, ബാഹ്യ ജീവിതത്തിൽ ഒരു സന്യാസിയായിരിക്കുകയും ചെയ്യുന്നത് മിഥ്യാചാരൻ എന്ന വാക്കാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഭഗവാൻ. അങ്ങനെ ഒരു മിഥ്യാചാരനായിട്ട് ജീവിക്കുന്നത് വലിയ അപകടമാണ് ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. ഒരിക്കൽ നമ്മളുടെ സംസ്കാരത്തിന് അത്തരത്തിൽ അപചയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഭഗവാൻ മുൻകൂട്ടി കാണുകയായിരുന്നു. കാരണം ലോകം വിഷയവൈപുല്യം കൊണ്ട് ഇന്ന് സങ്കീർണമായിരിക്കുകയാണ്. ഒരു 50 വർഷം മുമ്പ് മനുഷ്യൻ അനുഭവിച്ച അനുഭവങ്ങളുടെ ലാളിത്യത്തിൽ നിന്നൊക്കെ ഇന്ന് അതിസങ്കീർണമായ വൈവിധ്യങ്ങളായിട്ടുള്ള അനുഭവങ്ങളുടെ ലോകത്തേക്ക് മാറിയിരിക്കുകയാണ് മനുഷ്യരെല്ലാം. ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ പഞ്ചവിഷയങ്ങളാണ് അനുഭവിക്കുന്നതെങ്കിലും ശബ്ദം തന്നെ എത്ര വൈവിധ്യത്തോടെയാണ് നമ്മളിന്ന് യാന്ത്രികമായ നിർമ്മിതിയിലൂടെ ഉണ്ടാക്കി കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രസനയെ ഉദ്ദീപിപ്പിക്കുന്ന എത്ര വിഭവങ്ങളാണെന്ന് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണം ഒരു 60-70 വയസ്സുള്ള ആളുകൾക്കറിയാം. ഒരു 50 വർഷം മുമ്പ് അവർ കഴിച്ച ഭക്ഷണങ്ങൾ നോക്കണം. അതിനൊക്കെ ഒരു ഏകതാനത ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു സാധനമായിരിക്കും. ഇന്ന് ദോശ, അല്ലെങ്കിൽ ഇഡ്ഡലി, അല്ലെങ്കിൽ പുട്ട്, ഇതൊക്കെ ആയിരിക്കും. ഇന്നതൊക്കെ മാറി. ഇന്നത്ര വൈവിധ്യമാർന്ന ബ്രേക്ക്ഫാസ്റ്റുകളാണ് നമുക്കുള്ളത്. ഡിന്നറുകൾ എത്ര വൈവിധ്യമാർന്നതാണ്. കഞ്ഞി മാത്രമായിട്ട് ജീവിച്ച എത്രയോ മനുഷ്യരുണ്ടായിരുന്നു 50 വർഷങ്ങൾക്ക് മുമ്പ് ഡിന്നറിന്, കഞ്ഞിയും ചമ്മന്തിയുമായിട്ട്. ഇന്നത്തെ ഡിന്നറുകൾ എന്ന് പറഞ്ഞാൽ അത് 3-4 കോഴ്സുകളിലായിട്ട് ഡിന്നർ കഴിക്കുന്നവരുണ്ട്. അത്രയും വൈവിധ്യം. അത് കേരളീയം മാത്രമല്ല, അത് ഉത്തരേന്ത്യൻ മാത്രമല്ല, അത് ചൈനീസും അറേബ്യനും കോണ്ടിനെൻ്റലും അമേരിക്കനും ഒക്കെ ആയിട്ട് വളരെ വൈവിധ്യമുള്ളതായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ വിഷയങ്ങളുടെ ഈ വൈവിധ്യവും സങ്കീർണതയൊക്കെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയാൽ വികസിതമായ ഒരു ലോകത്ത് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കണ്ണുകളെ രസിപ്പിക്കുന്ന എത്രയോ രസങ്ങളാണെന്നുള്ളത്. പണ്ടുകാലത്ത് നമുക്ക് ഒരു ടിവിയോ ഒരു കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. സിനിമ കാണാൻ പോകുന്നത് പോലെ അപൂർവമാണ് മനുഷ്യർ. ഒരു സിനിമ
അത്യപൂർവമായിരുന്നു. ആ സിനിമയ്ക്ക് മുമ്പുള്ള കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെയുള്ള ഇരിക്കുന്ന എല്ലാവരും സിനിമയുടെ കാലം വന്നതിന് ശേഷം ജനിച്ചവരാണ്. അതിനു മുൻപുള്ള മനുഷ്യരെങ്ങനെ ജീവിച്ചു? ഈ പ്രകൃതിയുടെ മനോഹാരിതയും സൂര്യോദയവും സൂര്യാസ്തമയവും ചന്ദ്രോദയവും ചന്ദ്രാസ്തമയവും കാറ്റും മഴയും മഞ്ഞും മനോഹാരിതയും കടലും ഒക്കെ കണ്ട് ജീവിച്ചവരാണ്. അവർക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൃത്രിമമായിട്ടുള്ള വൈപുല്യം അന്നുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ സുഖങ്ങളുടെ ലോകത്ത് വ്യാപരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആന്തരികമായിട്ട് അന്വേഷിക്കാനുള്ള സമയം ലഭിക്കാറില്ല. ആർക്കെങ്കിലും മൊബൈൽ ഫോണിൽ നിന്ന് മുഖം മാറ്റിയിട്ട് ഉള്ളിലേക്ക് നോക്കാനുള്ള അവസരമുണ്ടാകുന്നുണ്ടെന്ന്. അത്രമാത്രം നമ്മളുടെ ദിനചര്യകളെ പോലും തകിടം മറിക്കുന്ന വിധത്തിൽ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തെ അപഹരിക്കുന്നുണ്ട്. ആരൊക്കെയോ ചെയ്തു കൂട്ടുന്ന കോമാളിത്തരങ്ങളും തമാശകളും അതുപോലെ ക്രൈമുകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് മനുഷ്യ ജീവിതം ഇങ്ങനെ തീരുന്നു. അപ്പോഴേക്കും എത്രയോ കർമ്മങ്ങളുടെ സഞ്ചയം നമ്മുടെ അകത്ത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല. എന്തിനാണ് ജനിച്ചതെന്ന് ആരും ചോദിക്കുന്നില്ല. എന്തിനാണ് ഈ ലോകത്തിലൂടെ കടന്നു പോകുന്നത് ആരും ചോദിക്കുന്നില്ല. അന്ധക്കരണ ശുദ്ധിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? അതുകൊണ്ട് സന്യാസം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പരമലക്ഷ്യമായിട്ടുള്ള പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തിലേക്കുള്ള യാത്ര പോലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വ്യാവസായിക അടിസ്ഥാനത്തിലും വ്യാപാര അടിസ്ഥാനത്തിലും നടക്കുന്നത് കൊണ്ട് ലോകത്ത് കപട നാട്യക്കാരായിട്ടുള്ള വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായി വരുന്നത് എന്ന് ഒരു മുൻ പ്രിമോണിഷൻ എന്ന രീതിയിലാണ് ഇവിടെ ഭഗവാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങളെ സംയമനം ചെയ്തുകൊണ്ട് മനസ്സിൽ വിഷയങ്ങളെ പരിലാളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യോഗിമന്യൻ, യോഗിയെ പോലെ അഭിനയിക്കുന്നവൻ, അവൻ മിഥ്യാചാരനാണ്. എന്നാൽ ആരാണ് യഥാർത്ഥ കർമ്മയോഗി എന്ന് ഭഗവാൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യസ്തുന്ദ്രിയാണി മനസ്സ നിയമയാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത സവിശിഷ്യതേ. യസ്തുന്ദ്രിയാണി യഹ തു ഇന്ദ്രിയാണി മനസ്സാ നിയമ്യ ആരഭതേ അർജുന. ആരാണോ മനസ്സുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്, മനസ്സുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ആദ്യം മനസ്സ് നിയന്ത്രിതമായിരിക്കണം. ആ നിയന്ത്രിതമായ മനസ്സുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. എന്നിട്ട് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മയോഗം അനുഷ്ഠിക്കണം. കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിനെ സംയമനം ചെയ്തിട്ട് വേണം. എങ്ങനെ? അസക്തനായിട്ട്, ശക്തിയില്ലാതെ, ആസക്തിയില്ലാതെ, ഫലാഭിവാഞ്ചയില്ലാതെ കർമ്മയോഗം അനുഷ്ഠിക്കണം കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട്. അവനാണ് വിശിഷ്ടനായിട്ടുള്ള കർമ്മയോഗി. വിശിഷ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ മിഥ്യാചാരനല്ല, അവൻ കർമ്മയോഗിയാണ്. അപ്പം അത്തരം കർമ്മയോഗ പരിശീലിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന് കിട്ടിയിട്ടുള്ള അവസരമാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ സകാമികളായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. എല്ലാറ്റിലും നമുക്ക് കാമം ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്, ഫലത്തിനായിട്ടുള്ള താല്പര്യങ്ങൾ. അമ്മയും അച്ഛനും കുഞ്ഞിനെ ജനിപ്പിക്കുന്നത് പോലും താൻ സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞിലൂടെ നേടിയെടുക്കാനാണ്. ആ കുട്ടികൾ അതിനുവേണ്ടി നിർബന്ധിക്കുന്നു, പഠിപ്പിക്കുന്നു, അവരെ എന്തൊക്കെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നത്, തൻ്റെ സ്വപ്നങ്ങളും ഒക്കെ. ആ കുഞ്ഞ് എന്താണോ അത് ആകാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. ആ കുഞ്ഞിന് ജീവിക്കാൻ അവൻ്റേതായിട്ടുള്ള കർമ്മവാസനകളുണ്ട്. ആ കർമ്മവാസനകളെ ഒരിക്കലും നമ്മൾ അനുവദിക്കുന്നില്ല. അത് ഒരർത്ഥത്തിൽ വലിയ ഒരു ദുരന്തമാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും സ്വധർമ്മത്തിന് പ്രഥമഗണനീയത വരുന്നില്ല. സ്വധർമ്മം എന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമേ ആയിട്ട് വരുന്നില്ല. എന്നാൽ ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വധർമ്മമാണ് ഒരു മനുഷ്യൻ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കേണ്ടത്. പരധർമ്മം ഭയാവഹമാണ് എന്ന്, ഭയത്തിന് കാരണമാകുന്നതാണ്. അതുകൊണ്ട് പരധർമ്മം ചെയ്യരുത്. പരധർമ്മം എന്ന് പറയുന്നത് ആരെങ്കിലും നമ്മളെ നിർബന്ധിച്ച്
അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അത് നേടൂ, ഇത് നേടൂ എന്നൊക്കെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നതാണ് പരധർമ്മം. സ്വധർമ്മം എന്ന് പറയുന്നത് ഈശ്വരൻ നമ്മുടെ അകത്ത് എന്താണോ നമ്മളായിട്ട് തീരാൻ, നമ്മളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ നിക്ഷേപിച്ച് വെച്ചിട്ടുള്ളത്, അതാണ് സ്വധർമ്മം. ആ സ്വധർമ്മത്തെയാണ് ഭഗവത്ഗീത പ്രത്യേകം എടുത്തു പറയുന്നത്. ആ സ്വധർമ്മം നമ്മൾ നിഷ്കാമമായിട്ട് ചെയ്യുന്നിടത്താണ് മനുഷ്യൻ്റെ വിജയമിരിക്കുന്നത്. മനുഷ്യൻ പരാജയപ്പെടുന്നത് എന്നാണ് അവൻ സകാമിയായിട്ട് തീരുമ്പോഴാണ്. ഫലകാംക്ഷയോട് കൂടിയിട്ട്, ഫലത്തിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള അഭിലാഷത്താൽ കർമ്മങ്ങൾ ചെയ്യുകയും കർമ്മഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയും കാത്തിരുന്ന കർമ്മഫലം താൻ വിചാരിച്ചതുപോലെ വരാതെ വരുമ്പോൾ അവൻ ഏറെ ആശങ്കാകുലനാവുകയും അവൻ ദുഃഖിതനും ഖിന്നനുമായിട്ട് തീരുക മാത്രമല്ല, മരണമാണ് തൻ്റെ ജീവിതത്തിൻ്റെ നല്ലതെന്ന് തീരുമാനിച്ചുകൊണ്ട് അവൻ മരണത്തിന് തുല്യമായിട്ടുള്ള ജീവിതം ജീവിക്കാൻ പ്രേരിതമായിട്ട് തീരുന്നു. അവൻ മദ്യഷാപ്പിലേക്ക് പോകുന്നു, അവൻ കഞ്ചാവ് വലിക്കുന്നു, അവൻ ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നു. ഇതിനൊക്കെ കാരണം എന്താ? ആത്യന്തികമായിട്ട് അവൻ്റെ അകത്ത് അവൻ എന്തോ അതാകാൻ അവന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സ്വധർമ്മത്തെ മനസ്സിലാക്കിയിട്ട് ആ സ്വധർമ്മത്തെ ജീവിക്കുമ്പോഴാണ് സുഖം വർദ്ധിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ജീവിക്കുമ്പോഴാണ് സുഖം ഉണ്ടാകുന്നത്, അല്ലാതെ നിർബന്ധിതമായിട്ടില്ല. ആരും നമ്മളെ നിർബന്ധിച്ച് ജീവിപ്പിക്കുന്നതല്ല ജീവിതം. നമ്മളുടെ അകത്ത് നിന്ന്, ഉള്ളിൽ നിന്ന് വരണം ജീവിതത്തിനുള്ള പ്രേരണ. ആത്മാവിൽ നിന്ന് ആ പ്രേരണ വരണം. എങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ആ ജീവിതം സുഖകരമായിട്ട് തീരുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്തിട്ട്, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്തിട്ട്, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മയോഗത്തെ അസക്തനായിട്ട് ആരനുഷ്ഠിക്കുന്നത്, ആസക്തിയില്ലാതെ. ഈ ആസക്തി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മഹാത്മാഗാന്ധി ഒരു ഗീതാവ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ആ ഗീതാവ്യാഖ്യാനത്തിൻ്റെ പേര് അനാസക്തി യോഗമെന്നാണ്. അതാണ് അതിൻ്റെ കാതലായിട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെ അന്ധക്കരണ ശുദ്ധി വരണമെങ്കിൽ അനാസക്തനാകേണ്ടതുണ്ട്. അനാസക്തി യോഗം, കർമ്മയോഗത്തിൻ്റെ വേറൊരു പേരാണ് അനാസക്തി യോഗമെന്ന്. അതനുഷ്ഠിക്കുമ്പോൾ അന്ധക്കരണ ശുദ്ധി ഉണ്ടായിട്ട് തത്വശ്രവണത്തിൽ ശ്രദ്ധ വരികയും ആ ശ്രദ്ധയാണ് പിന്നീട് ജ്ഞാനത്തിലേക്ക് അവനെ നയിക്കുന്നത്. ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണം, കർമ്മമല്ല. കർമ്മം ഒരിക്കലും മോക്ഷത്തിന് കാരണമാകുന്നില്ല. കർമ്മയോഗവും ഡയറക്റ്റായിട്ട് മോക്ഷത്തിന് കാരണമല്ല. കർമ്മയോഗം ജ്ഞാനയോഗത്തിന് ഹേതുവായിട്ട് മാറുന്നതേ ഉള്ളൂ. ജ്ഞാനമാണ് മോക്ഷത്തിന് കാരണമായിട്ട് വരുന്നത്, ഡയറക്റ്റ് കാരണം ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തിനു വേണ്ടിയാണ് കർമ്മയോഗം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവന് ജ്ഞാനയോഗത്തിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ്. തത്വശ്രവണത്തിനും ശ്രദ്ധയും ഉണ്ടാകുമ്പോൾ അവന് ജ്ഞാനനിഷ്ഠയുണ്ടാകുകയും മോക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്താണ് ജ്ഞാനം എന്ന് പറയുന്നത്? ആത്മസ്വരൂപത്തെ അറിയുന്നത് തന്നെയാണ് ജ്ഞാനം. ആത്മസ്വരൂപത്തെ അറിയുമ്പോൾ സ്വയമേ അവൻ കർത്താവല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് അവൻ എത്തിച്ചേരുകയും കർമ്മത്താൽ അവൻ ബന്ധിതനല്ലാതിരിക്കുകയും ചെയ്യുന്നു. ഞാൻ കർത്താവാണ് എന്നുള്ള ബോധം. കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ചെയ്യുന്നവനാണ്, ഞാൻ ഡൂവറാണ് എന്ന് ഒരു തോന്നലാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. കർത്തൃത്വം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. കർത്തൃത്വ ബുദ്ധിയാണ് മനുഷ്യനെ ബന്ധിപ്പിക്കുന്നത്. കർത്തൃത്വ ബുദ്ധി ചിലരിൽ വളരെ ശക്തമായിരിക്കും. ഇപ്പം നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് വേണ്ടത്ര സ്വീകാര്യതയോ പ്രശംസയോ കിട്ടാതെ വരുമ്പോൾ നമുക്ക് എന്തൊരു വിഷമമാണെന്നറിയാമോ? മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണത്. എന്താ? ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ സ്വന്തം പേര് വെച്ച് അച്ചടിച്ച് വരുമ്പോഴൊരു സുഖം. ഒരു ചിത്രം വരച്ച് ആ ചിത്രത്തിൻ്റെ ഏറ്റവും ഇടയിൽ ചിത്രത്തിനേക്കാളും വലിപ്പത്തിൽ ചിത്രകാരൻ്റെ പേര് എഴുതി വയ്ക്കും. അതൊക്കെയാണ് മനുഷ്യൻ്റെ സുഖവും. അത് കർത്തൃത്വ ബുദ്ധിയിൽ നിന്ന് വരുന്നതാണ്. ഞാനാണ് എൻ്റെ കർത്താവ് എന്ന് മറ്റുള്ളവരറിയുകയും അതിലൂടെ അവന് കിട്ടുന്നൊരു ശ്ലാഘയുണ്ട്. ആ ശ്ലാഘയ്ക്ക് വേണ്ടിയിട്ടാണ് അവനത് കൊതിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂർവ്വസൂരികളായിട്ടുള്ള വേദഋഷിമാരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വേദവും താൻ എഴുതിയെന്ന് പ്രസിദ്ധിപ്പെടാൻ ഒരു ഋഷി ആഗ്രഹിച്ചിട്ടില്ല. ഋഷികളിലൂടെ വേദം വന്നു എന്നല്ലാതെ ഒരു ഋഷിയും ഒരു വേദത്തിൻ്റെയും കർത്താവല്ല.
വേദം പുരുഷകൃതമല്ല എന്ന് തന്നെയാണ് പൂർവസൂരികൾ മുതൽ ഇന്ന് വരെ എല്ലാവരും പറയുന്നത്. ഒരു വേദവും പുരുഷകൃതമല്ല എന്ന് പറഞ്ഞാൽ വ്യക്തിയാൽ എഴുതപ്പെട്ടതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വ്യക്തിയാൽ എഴുതപ്പെടാതെ എങ്ങനെ, വ്യക്തിയാൽ പറയപ്പെടാതെ അല്ലെങ്കിൽ എഴുതപ്പെടാതെ എങ്ങനെ ഒരു വേദത്തെ അല്ലെങ്കിൽ ഒരു സാഹിത്യകൃതിയെ നമുക്ക് ലഭിക്കുക? അവർ പറയുന്നത് അവർ അതിൻ്റെ ആവിഷ്കരണത്തിലുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു. അവർക്ക് മുമ്പേ വേദമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അതിൻ്റെ ഒരു ഉപാധി മാത്രമായിരുന്നു. അവർ അതിൻ്റെ കർത്താവല്ല എന്ന് അവർ അതിനെ കൈയൊഴിയുകയും വിനയമുള്ളവരായിട്ട് തീരുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്രയും വിനയം ഈ കാലഘട്ടത്തിലില്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിനെ കലികാലം എന്ന് പറയുന്നത്. കെട്ടകാലം എന്ന് പറയാൻ കാരണം എല്ലാത്തിനും കർത്തൃത്വബോധം വളരെ ശക്തമാണ്. വളരെ ശക്തമായ കർത്തൃത്വബോധമാണ് നമ്മളെ ഇന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് ഒരു സഹായം നൽകിയാൽ ആ സഹായം TV ചാനലുകളിലൂടെ കാണിക്കാനായിട്ടാണ് നെട്ടോട്ടം ആദ്യം മനുഷ്യർ ചെയ്യുന്നത്. ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനൊരു വീടുണ്ടാക്കി കൊടുത്തു. വീട് ഉണ്ടാക്കി താക്കോൽ ദാനം നടത്തുന്ന സമയത്ത് ഏതെങ്കിലും ഒരു TV ചാനലിനൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അത് കാണിക്കും. ഇതൊക്കെ കാണുമ്പോഴാണ് അയാൾക്ക് സുഖം ഉണ്ടാകുന്നത്. ഇത് വാസ്തവത്തിൽ പ്രയോജനം ചെയ്യുന്നുണ്ടോ വ്യക്തിക്ക്? താൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ലോകം അറിയിക്കുക എന്നതിനേക്കാൾ ഉപരി ആരും അറിയാതെ ചെയ്യുക. ആരും അറിയാതെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾക്ക് ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കണം. ഈശ്വരൻ എങ്ങനെ മറച്ചു വെച്ചാലും ഈശ്വരൻ അറിയും. ഈശ്വരൻ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലോകം അറിയുക എന്നതിനേക്കാൾ ഉപരി ഈശ്വരൻ്റെ ഉള്ളിൽ തൻ്റെ നന്മയെ ഈശ്വരൻ തിരിച്ചറിയുന്നുണ്ടെന്നൊരു ബോധ്യം അയാൾക്കുണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. അത് മതി. അതിന് ഉപരിയായിട്ട് ലോകം മുഴുവനും നമ്മളെ പ്രശംസിച്ചതുകൊണ്ടോ പുകഴ്ത്തിയതുകൊണ്ടോ പൂമാലകൾ ഇട്ടതുകൊണ്ടോ എന്ത് സുഖമാണ് ഉണ്ടാകുന്നത്? ഇതാണ് കർമ്മയോഗം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളുടെ നാട്ടിൽ നിന്ന് ഈ കർമ്മയോഗത്തിൻ്റെ അന്തസത്ത ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പൊതുരംഗത്ത് മാത്രമല്ല, അത് രാഷ്ട്രീയത്തിലും എല്ലാ മതത്തിൻ്റെ തലത്തിലൊക്കെ. സംഘടിത മതങ്ങളൊക്കെ ഇതാണല്ലോ. അടിസ്ഥാന തത്വങ്ങൾ വിസ്മരിച്ചുകൊണ്ടാണ് സംഘടിത മതങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന തത്വങ്ങളിലേക്കൊന്നും സംഘടിത മതം ഒരിക്കലും വരുന്നില്ല. ഭഗവത്ഗീത ഒരിക്കലും ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് ഇപ്പോഴും ജീവിക്കുന്നില്ല ആരും. ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തെ പുകഴ്ത്തുകയും ശ്ലാഘിക്കുകയും ചെയ്യുമ്പോഴും അതിൽ ഒരു ശ്ലോകം മനനം ചെയ്യാനോ അർത്ഥം മനസ്സിലാക്കാനോ കേപ്പബിളായിട്ടുള്ള കഴിവുള്ള എത്ര ആളുകൾ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്? വളരെ അപൂർവം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് നാം കരുതുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളും ഭഗവത്ഗീത പഠിക്കുമ്പോൾ ഇത് പഠിച്ചതിൻ്റെ ഫലം അന്ധക്കരണ ശുദ്ധിയാണ്. അന്ധക്കരണ ശുദ്ധി ഉണ്ടായി, ഇന്നർ പ്യൂരിറ്റി ഉണ്ടായി, നമുക്ക് ഈശ്വര തത്വത്തെ സൂര്യതുല്യം അനുഭവിക്കാനായിട്ട്, നിത്യതൃപ്തനായിട്ട് നിരാശ്രയനായിട്ട് ഭവിക്കാനായിട്ട്, ഈ ജന്മത്ത് തന്നെ ഈശ്വരാനുഭവം ഉണ്ടായി, ആത്മാനുഭവം ഉണ്ടായി, ആനന്ദതുന്തിലനായിട്ട് ഇവിടെ ജീവിക്കാനും സ്വതന്ത്രനായിരിക്കുവാനും സന്തുഷ്ടനായിരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു അവബോധം, അതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. അതുകൊണ്ടത് അധ്യാത്മശാസ്ത്രമാണത്. അധ്യാത്മശാസ്ത്രമാണ്. അതൊരു മതഗ്രന്ഥമായിട്ട് പോലും എടുക്കാൻ പാടില്ല. ഒരു റിലീജിയസ് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ പൂജിക്കുകയും വിശ്വസിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത്. അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് ഒരു സ്പിരിച്വൽ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം. സ്പിരിച്വൽ ടെക്സ്റ്റ് മുഴുവനും പ്രായോഗികമാക്കാനുള്ളത്, അഭ്യസിക്കാനുള്ളതാണ്, അല്ലാതെ വിശ്വസിക്കാനുള്ളതല്ല. വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. വിശ്വസിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ പൂജിക്കും. പല ആളുകളും ഗ്രന്ഥങ്ങളെ പൂജിക്കുന്നവരുണ്ട്, പക്ഷെ ഒരിക്കലും അത് വായിച്ചു നോക്കില്ല. ഗ്രന്ഥങ്ങൾ പൂജിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഈ മഹാഗ്രന്ഥങ്ങളിലിരിക്കുന്ന വാക്കുകളാണ് നമ്മുടെ അകത്തെ വെളിച്ചമായിട്ട് മാറേണ്ടത്. ആ വെളിച്ചമായിട്ട് മാറുന്നത് ആണ് ശരിയായിട്ടുള്ള പഠനം അല്ലെങ്കിൽ ആരാധന. ശരിയായിട്ടുള്ള ആരാധന എന്ന് പറയുന്നത് ഈ വാക്കുകൾ നമ്മുടെ അകത്ത് വെളിച്ചമായിട്ട് മാറുന്നതാണ്. കർമ്മയോഗം അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് മാറണം. അപ്പോൾ ഇന്ദ്രിയങ്ങളെ
മനസ്സുകൊണ്ട് സംയമനം ചെയ്തിട്ട് കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും അസക്തനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഈ കർമ്മയോഗം എന്ന് പറയുന്നത്. അതാണ് കർമ്മയോഗത്തിൻ്റെ കാതലായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് യസ്ത്വാത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ ആത്മന്യേവ ച സന്തുഷ്ടഃ തസ്യ കാര്യംന വിദ്യതേ. ഏതൊരു മനുഷ്യനാകട്ടെ തന്നിൽ തന്നെ രമിക്കുന്നവനും തന്നെക്കൊണ്ട് തന്നെ തൃപ്തനും ആത്മാവിൽ തന്നെ സന്തുഷ്ടനുമായി ഭവിക്കുന്നുവോ അവന് കർത്തവ്യം ഒന്നുമില്ല. കർത്തവ്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ആർക്ക്? ജ്ഞാനനിഷ്ഠനായിട്ടുള്ള ഒരാൾക്ക്. അയാൾ എൻ്റെ പ്രത്യേകത എന്താണ്? തന്നിൽ തന്നെ രമിക്കുക, ആത്മാവിൽ തന്നെ രമിക്കുക. ആത്മരതിഹി, ആത്മതൃപ്ത, ആത്മതൃപ്തനായിട്ട് ആത്മാവിൽ തന്നെ സന്തുഷ്ടനുമായിട്ട് ആരിയ്ക്കുന്നുവോ അവന് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവൻ കർത്താവേ അല്ല. കർത്താവിന് മാത്രമാണ് കർത്തവ്യമുള്ളൂ. നമ്മൾ ആത്മാവ് അകർത്താവാണ്. ആത്മാവിന് കർത്തൃത്വമില്ലാത്തത് കൊണ്ട് തന്നെ അവന് കർത്തവ്യമില്ല. കർത്തവ്യമില്ലാതിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം. എന്ന് ഒരാൾക്ക് കർത്തവ്യമുണ്ടോ അവൻ അസ്വതന്ത്രനാണ്. അവന് കർമ്മയോഗമനുഷ്ഠിച്ച് ചിത്തശുദ്ധി ഉണ്ടാക്കേണ്ടതുണ്ട്. അതിലൂടെ ആരൊക്കെയാണോ കർത്തവ്യമുള്ളത്, കർത്തവ്യബോധമുള്ളത്, എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കുന്നത്, അവരെല്ലാവരും അന്ധക്കരണ ശുദ്ധി വരുത്തേണ്ടതാണ്. അർജുനനെ സംബന്ധിച്ചിടത്തോളം ഈ കർത്തവ്യബോധത്തിൽ നിന്ന് അർജുനൻ പാടെ വിമുക്തനല്ല. കാരണം അർജുനൻ്റെ അന്ധക്കരണം ശുദ്ധമായിട്ടില്ല. അർജുനന് കർത്തൃത്വബോധവുമുണ്ട്, കർത്തവ്യബോധവുമുണ്ട്. എന്നിട്ടും ഒരു ജ്ഞാനനിഷ്ഠനെ പോലെ പെരുമാറുന്നു. സന്യാസമാണ് തനിക്ക് ഉചിതമെന്ന് വിചാരിക്കുന്നു. കാട്ടിൽ പോയി ഭിക്ഷാന്തേഹിയായിട്ട് ജീവിക്കാമെന്ന് കരുതുന്നു. അതാണ് അസംബന്ധം. ഇത് വളരെ വലിയൊരു കോൺട്രഡിക്ഷനാണ്, വൈരുദ്ധ്യമാണ് അർജുനനിൽ കാണിക്കുന്നത്. ഭഗവാൻ അത് തിരിച്ചറിഞ്ഞിട്ടാണ് വേണ്ട വിധത്തിലുള്ള അറിവ്, വേണ്ട വിധത്തിലുള്ള ഉപദേശം അർജുനന് കൊടുക്കുന്നത്. ഈ ഉപദേശം ദീർഘനേരം ശ്രവിച്ച് പലപ്പോഴായിട്ട് സന്ദേഹങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാവുകയും ആ സന്ദേഹങ്ങൾ നിവർത്തിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് അർജുനന് സ്വധർമ്മം എന്തെന്ന് ഉറപ്പ് വരുന്നത്. അപ്പോൾ ഇതാണ് മൂന്നാം അധ്യായത്തിൻ്റെ കാതലായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് കർമ്മയോഗത്തെ നല്ലവണ്ണം മനസ്സിലാക്കണം. കർമ്മയോഗം ജ്ഞാനയോഗത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. അന്ധക്കരണ ശുദ്ധിയാണ് അതിൻ്റെ ലക്ഷ്യം. അന്ധക്കരണ ശുദ്ധി ഉണ്ടാകണമെങ്കിൽ ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം എന്ന്. ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മഹാത്മാക്കളായിട്ടുള്ള വ്യക്തികളെ സേവിക്കുന്നതിലൂടെ അന്ധക്കരണ ശുദ്ധി ഉണ്ടാകും. അപ്പോഴും സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, സ്വന്തം കാമനയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടല്ല, ഒരു ഗുരുവിൻ്റെ ലക്ഷ്യം എന്താണോ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചാലും അന്ധക്കരണ ശുദ്ധി ഉണ്ടാകും. അപ്പോൾ അന്ധക്കരണ ശുദ്ധി ഉണ്ടായാൽ മാത്രമാണ് വ്യക്തിക്ക് ജ്ഞാനനിഷ്ഠ കൈവരികയുള്ളൂ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ഈ കർമ്മയോഗം ഇവിടെ ചുരുക്കുകയാണ്. എല്ലാവർക്കും കർമ്മയോഗത്തിൻ്റെ ഉദ്ദേശ്യം മനസ്സിലായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കർമ്മയോഗം എത്രമാത്രം നിങ്ങൾക്ക് അനുഷ്ഠിക്കാൻ പറ്റുമോ അത്രയ്ക്ക് അനുഷ്ഠിക്കുക. ഒരു ദിവസത്തിൽ 10 മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കാത്ത, നിങ്ങൾക്ക് ഫലം വേണ്ട ആഗ്രഹിക്കാതെ വേറൊരാൾക്കും സന്തോഷം ഉണ്ടാകുന്ന വിധത്തിൽ, സമാധാനം ഉണ്ടാകുന്ന വിധത്തിൽ, ശാന്തി ഉണ്ടാകുന്ന വിധത്തിൽ ഒരു ഉപകാരമെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അത്ര നല്ലതാണ് ജീവിതത്തിൽ. അത് മനുഷ്യനെ ആകണമെന്നില്ല. ഒരു ചെടിക്കോ ഒരു പുല്ലിനോ അല്ലെങ്കിൽ ഒരു പക്ഷിക്കോ ഒരു ജീവിക്കോ ഒക്കെ എന്തെങ്കിലും നമ്മളുടെ സുഖമല്ലാതെ മറ്റു ജീവജാലങ്ങളുടെ സുഖവും കണ്ടുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അതും കർമ്മയോഗം തന്നെയാണ്. അപ്പം അങ്ങനെയും ജീവിക്കാൻ കഴിയണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് അന്ധക്കരണ ശുദ്ധി ഉണ്ടാകുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ശാസ്ത്രത്തിലൂടെ. അതുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഗീത അതിന് സഹായിക്കുന്നൊരു കൃതിയാണ്. തീർച്ചയായിട്ടും ഗീതാ പഠനം മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ എല്ലാ ആശംസകളും നേരുന്നു, ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ സുനിൽ സാർ ഇനിയും നിങ്ങൾക്ക് അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിച്ചോളും.
ജ്ഞാന യോഗമാണ് അടുത്ത അധ്യായം, 4-ാമത്തെ അധ്യായം. അപ്പോൾ ഇതുപോലെ ഇനിയും ഇടയ്ക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരാം. നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. ഓം.